7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം. ഹിമാചൽ പ്രദേശിൽ ഡെഹ്റയിൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി കമലേഷ് താക്കൂറും ജയിച്ചു. പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ AAP സ്ഥാനാർത്ഥി മോഹിന്ദർ ഭഗവത് വിജയിച്ചു. 9 ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നുമുണ്ട്. 2 മാത്രമാണ് BJP മുമ്പിലുള്ളത്. ഹിമാചൽ പ്രദേശിൽ ഇനി 2 ഫലമാണ് പുറത്തു വരാനുള്ളത്. 1 കോൺഗ്രസും 1 BJPയും ലീഡ് ചെയ്യുകയാണ്. പശ്ചിമ ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4 തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ലീഡ് ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിൽ 2 NDA സഖ്യം പിന്നിലാണ്. ബീഹാർ, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ 13 മണ്ഡലങ്ങളിലാണ് ജൂലൈ 10 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പശ്ചിമ ബംഗാളിലും ഹിമാചൽ പ്രദേശിലും 3 വീതവും, ഉത്തരാഖണ്ഡിൽ 2 പഞ്ചാബ്, ബീഹാർ, മധ്യപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഓരോയിടത്തുമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ഇവയിൽ 4 സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യകക്ഷികളാണ് ഭരണത്തിലുള്ളത്. 3 BJPയോ NDAയോ ആണ് അധികാരത്തിലുള്ളത്.